സുജേഷേ, സമയം കുറേ ലേറ്റ് ആയില്ലേ? കൂട്ടിക്കൂടെ നമുക്ക് ഷോപ്പ്. എടാ ബൈജോട്ടൻ വരണ്ടേ? എന്നാകെ ശനിയാഴ്ച പിന്നെ എങ്ങനെ പോക്കുക? സുജേഷേ, ബൈജോടെ വരാൻ കുറച്ച് ലേറ്റാവും. നമുക്ക് ഇതിലപ്പോഴൊക്കെ എടുത്തു വെച്ചൂടെ? വിജേഷേട്ടാ, എടുത്തു വെക്കണ്ട. എപ്പോൾ ഓറ് വന്നിട്ട് തന്നെ നമ്മൾ എടുത്തു വെക്കല്. രാകേഷേ, ഓറിന് എപ്പം വരാനാന്ന്? എടാ ബൈജോട്ടൻ വേഗം വരുമോ? ചങ്ങായിമാരെല്ലാം അവിടെ കാത്തുക്കുന്നുണ്ട്. പരിപാടി ആക്കണ്ടേ? എന്ത് പരിപാടിയാണ്? അവിടെ വാണിശാലയിൽ പോയി കുത്തിരിക്കല. എടാ വിജയചേട്ടന് കാര്യമായിട്ട് എന്തോ പരിപാടി ഉണ്ട്. നോക്കിയാട്ടെ, ദേഷ്യം പിടിച്ച് നല്ല ഗൗരവത്തിലല്ലേ. എന്തോ പോകാൻ പറ്റായിട്ടാന്ന് തോന്നുന്നു. സുജേഷേ, ഇപ്പം അങ്ങനെ പൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? പോയിട്ട് വേറെ പണിയുള്ളതാണ്. നിങ്ങളെ പണിയല്ലേ, നമ്മക്കറിയാം. എന്നാൽ ഇത്ര വലിയ തിരക്ക് ബയ്യ പോയാൽ മതി. എല്ലാ രാശി എന്നാടാ പൂട്ടാനായില്ലേ? സമയം 9 മണിയായില്ലേ? എന്നാ കഥ? ശനിയാഴ്ച വേഗം വീട്ടിൽ പോകുന്ന നോക്കുമെന്നല്ലാണ്ട് ബൈജേട്ടൻ വന്നിട്ട് പൂട്ടാന്ന് വെച്ചിട്ടാണ് കാത്തുന്നത്. ഞാൻ വരാൻ കാത്തുക്കാനാ? ഞാനവിടെ വന്നിട്ട് ഷട്ടറാക്കല്? നിങ്ങളല്ലേ ഷട്ടറാക്കൽ എടുത്തോക്കല്, പൂട്ടലല്ലോ. ഞാൻ വന്നിട്ട് ഇതെല്ലാം എടുത്തോക്കല്. എടാ എല്ലാവർക്കും വീട്ടിൽ പോകണ്ടല്ലേ? ബേ നോക്ക്, എല്ലാവരും ബേ എടുത്ത് വെച്ച് ബേ വീട്ടിൽ പോകേണ്ട പരിപാടിയൊക്കെ 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്ത് വീട്ടിൽ പോകണ്ടേ? എന്നാന്ന് രാകേഷ കളിക്കുന്നത്? ഓനോട് നേരത്തെ മലയാളത്തിൽ വെച്ചോട്ടാ പറഞ്ഞ പൂട്ടാന്ന്. ഓനെ കൊണ്ട് ഇത്ര ലേറ്റേ? എന്നാ അടച്ചൊക്കെ പറയുന്ന കേൾക്കുന്നില്ലേ? നിങ്ങളോ കല്യാണം കഴിച്ചില്ല, പെണ്ണും കെട്ടിയില്ല. ഓ പെണ്ണ് കെട്ടിയവനല്ലേ? ഓർക്ക് പൂട്ടിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊന്നല്ല, ശനിയാഴ്ച അല്ലേ, വേറെ എന്തോ പരിപാടി ഉണ്ട് ഓർക്ക്. രാകേഷേ, വെറുതെ വേണ്ടാത്ത ഓർത്താനം പറയട്ടെ. എൻ്റെ പരിപാടി എനിക്കായി പറയാം. വിജേഷേട്ടാ ചൂടാവണ്ട, സുജേഷ എന്നോട് പറഞ്ഞത് അത്. വിജയചേട്ടൻ ഞാനൊന്നല്ലേ, ഇതാ ബൈജോട്ടനാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ എവിടെയോ കണ്ടെന്ന് പറഞ്ഞേ. എന്നാ ബൈജോട്ടെ വെറുതെ ഇല്ലാത്ത പറയുന്നത്? അവിടെ സുജേഷ്, അവിടെ വിജേഷ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇന്ന ബസ് കയറി പോകുന്ന കണ്ടിട്ടില്ലേ? അതായി വേണ്ടൊക്കെ ഞാൻ പറഞ്ഞേ. നീ എന്തല്ല അവിടെ പറയുന്നു വെറുതെ. ബാറിന്റെ മുമ്പിലത്തോണ്ട് വണ്ടീന്റെ ടയർ പഞ്ചറായി, എന്നിട്ട് ബസ്സിൽ കയറി പോയതല്ലേ ബൈജോട്ടാ? നിങ്ങൾ ഇങ്ങനെ അവാദം പറയണേ എന്നെ കൊണ്ട്. വിജേഷ് ഞാനങ്ങനെ പറയും തോന്നുന്നുണ്ടാ? എടാ ഇവരോട് ഞാൻ പറഞ്ഞത് ബസ് കയറി പോകുന്ന പറഞ്ഞിട്ടുള്ളൂ. ഇവന്മാർ ഓരോ കഥ ഉണ്ടാക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാ വിജേഷ്? വന്നു ഇവന്മാരൊന്നൊരു കാര്യം പറയാൻ പറ്റണ്ടായി. എടാ നിങ്ങൾ ചെറുപ്പക്കാരിങ്ങനെ വടക്കാവറ കേട്ടാ. ഈ പരദൂഷണം നല്ല സ്വഭാവമല്ല. മാന്യനായ ഒരു വ്യക്തിനെ പറ്റി നിങ്ങളുണ്ടോ പറയില്ല നിങ്ങൾ? ഓറിനെ പോലെ മാനന വന്നിട്ടാ കണ്ടാ പറയില്ല. അല്ലടാ ബി, ഈനിടക്ക് നിന്റെ ടയറും അവിടെ പഞ്ചറായിട്ട് കണ്ടിട്ടല്ല. രാജേ, നിങ്ങൾ എന്താ പോലെ ഷോപ്പ് കൂട്ടിയിട്ട് ചാവി വീട്ടിൽ കൊടുത്തേ. എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണ്ട്. 9 മണിയാകുമ്പോൾ ഷോപ്പ് അടച്ചാളി. എടാ ഓക്കെ എന്നല്ലേ? എടാ വിജേഷേ, വേഗം വീട്ടിൽ പോകാൻ നോക്ക്. ഓക്കെ. ബൈജോട്ടൻ എന്തിനായിരിക്കും ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടാവും? ബൈജോട്ടൻ എന്നെ പോലത്തെ ഡീസൻ്റ് അല്ലേ? ചാൻസ് ഇല്ല. ഇത്രയും പറഞ്ഞ ബൈജുവേട്ടൻ്റെ ബെൻസ് വന്ന് ഞാൻ ആ ഭാഗത്ത് തന്നെ കണ്ടിരുന്നു. പക്ഷെ അന്ന് ടയർ പഞ്ചറല്ല ബൈജുവേട്ടൻ്റെ വണ്ടീൻ്റെ.